നമസ്കാരം. ടോട്ടൽ കൊളസ്ട്രോൾ ലെവല് 200 മുകളിലാണ് അല്ലെങ്കിൽ ഒരു 250 ഒക്കെ ആണ് എന്ന് പറഞ്ഞ് ആശങ്കപ്പെട്ട് വരുന്ന എല്ലാ പേഷ്യൻസിനോടും നമ്മൾ സജസ്റ്റ് ചെയ്യുന്ന ഒന്നാണ് ലിപ്പിഡ് പ്രൊഫൈല്. ലിപ്പിഡ് പ്രൊഫൈലിൽ മെയിൻ ആയിട്ട് LDL, HDL, ട്രൈഗ്ലിസറൈഡ്സ്, നോൺ HDL കൊളസ്ട്രോൾ ഇങ്ങനെയൊക്കെയുള്ള വാല്യൂസ് ഉണ്ട് അല്ലെ. LDL, HDL ഒക്കെ സാധാരണഗതിയിലാണെന്നുണ്ടെങ്കിൽ ആശ്വസിക്കാൻ വരട്ടെ. ഇതിനകത്ത് ഒളിഞ്ഞിരിക്കുന്ന ഒരു പ്രധാന വില്ലനാണ് ട്രൈഗ്ലിസറൈഡുകൾ എന്ന് പറയുന്നത്. ട്രൈഗ്ലിസറൈഡുകൾ നമ്മുടെ ശരീരത്തിൽ കൂടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പിന്നീട് പലതരത്തിലുള്ള രോഗങ്ങൾക്ക് കാരണമാകാറുണ്ട്. എന്താണ് ഈ ട്രൈഗ്ലിസറൈഡ്സ്? ഇതെങ്ങനെയാണ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുന്നത്? നമുക്ക് നോക്കാം ഇന്നത്തെ വീഡിയോയിലൂടെ. ഡെയിലി നമ്മൾ കഴിക്കുന്ന ഭക്ഷണം വിഘടിച്ച് അതിൽ നിന്ന് എനർജി രൂപപ്പെടുന്നുണ്ട്. ആ ഒരു എനർജി ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എഴുതുന്നതും വായിക്കുന്നതും സംസാരിക്കുന്നതും കളിക്കുന്നതും പഠിക്കുന്നതും എല്ലാം അല്ലെ. എന്നാൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് മുഴുവൻ എനർജി നമുക്ക് എല്ലാ ദിവസവും ആവശ്യമായിട്ട് വരുന്നില്ല. അപ്പൊ ബാക്കി വരുന്ന കാലറീസ് എന്ത് ചെയ്യും? അത് നമ്മുടെ ശരീരത്തിൽ സ്റ്റോർ ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. ഏറ്റവും പ്രധാനമായിട്ട് ഇത്തരത്തിൽ വരുന്ന കാലറീസിനെ നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുന്നത് ട്രൈഗ്ലിസറൈഡ്സ് എന്ന കൊഴുപ്പ് രൂപേണയാണ്. പ്രധാനമായിട്ടും നമ്മുടെ ഫാറ്റ് കൊഴുപ്പ് സെല്ലുകളിലാണിത് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. അപ്പൊ ഇത് ആവശ്യകാലം എത്ര കാലം ആവശ്യമുണ്ട് അത്രയും കാലം സ്റ്റോർ ചെയ്ത് വെച്ച് അതിനുശേഷം നമുക്ക് എപ്പോഴാണോ ആവശ്യം വരുന്നത്, അല്ലെങ്കിൽ നമ്മൾ ഒരു സ്റ്റാർവേഷനിൽ കൂടി കടന്നു പോവുകയോ അല്ലെങ്കിൽ നമുക്കൊരു രോഗം വരുന്ന സമയത്തോ അല്ലെങ്കിൽ കൂടുതൽ എനർജി ആവശ്യമായിട്ട് വരുന്ന സമയത്തോ ഒക്കെ ഈ ഒരു ട്രൈഗ്ലിസറൈഡ്സിൽ നിന്നുമാണ് നമുക്ക് ആവശ്യമായിട്ടുള്ള എനർജി ശരീരം മെറ്റബോളൈസ് ചെയ്തെടുക്കുന്നത്. പിന്നെ ഈ ഒരു ട്രൈഗ്ലിസറൈഡ്സ് നമുക്ക് ശരീരത്തിലെ ഒരു 150 മില്ലിഗ്രാം പെർ ഡെസിലിറ്റർ ഓഫ് ബ്ലഡ് ആണ് ആവശ്യമായിട്ട് വരുന്നത്. അതിൽ കൂടിക്കഴിഞ്ഞെങ്കിൽ മാത്രമേ ഇത് നമുക്ക് ശരീരത്തിന് ഹാനികരമാകുന്നുള്ളൂ. എങ്ങനെയാണ് ട്രൈഗ്ലിസറൈഡ്സ് നമ്മുടെ ശരീരത്തിലേക്ക് എത്തുന്നത്, അല്ലെങ്കിൽ എന്തെല്ലാം രീതിയിലാണ് ട്രൈഗ്ലിസറൈഡ്സ് കൂടുതലായിട്ട് നമ്മുടെ ശരീരത്തിൽ അടിഞ്ഞുകൂടുന്നതെന്ന് നോക്കാം. നമ്മൾ പലതരത്തിലുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നുണ്ട് അല്ലെ. നമ്മൾ കൊഴുപ്പടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ മാത്രം കഴിക്കുക വഴിയല്ല ട്രൈഗ്ലിസറൈഡ്സ് നമ്മുടെ ശരീരത്തിൽ എത്തുന്നത്. അതിലും കൂടുതലായിട്ട് നമുക്ക് ഏറ്റവും കൂടുതൽ എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ എനർജി കിട്ടുന്നത് കാർബോഹൈഡ്രേറ്റ് വിഘടിച്ച് കഴിയുമ്പോഴാണ്. നമ്മളൊരു ചോറ് അല്ലെങ്കിൽ ഒരു കപ്പ കഴിക്കുമ്പോഴാണ് നമുക്ക് കൂടുതലായിട്ട് നമ്മുടെ ശരീരത്തിൽ എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിന്റെ ഒരു ഭാഗം നമുക്ക് ഉപയോഗിച്ചതിന് ശേഷം ബാക്കി വരുന്ന ഭാഗം നമുക്ക് ഇവിടെ നമ്മൾ ഈ ഒരു ട്രൈഗ്ലിസറൈഡ്സ് ആയിട്ട് രൂപാന്തരപ്പെടുകയാണ് ചെയ്യുന്നത്. ഇപ്പൊ നമ്മൾ ഒരു മീന് അല്ലെങ്കിൽ ഒരു മുട്ട കഴിക്കുന്നതിനെ കഴിഞ്ഞും കൂടുതൽ ട്രൈഗ്ലിസറൈഡ്സ് ഫോം ചെയ്യുന്നത് ഇത്തരത്തിൽ കാർബോഹൈഡ്രേറ്റ് അല്ലെങ്കിൽ ഷുഗർ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കൂടുതലായിട്ട് കഴിക്കുമ്പോഴാണ്. അതുപോലെ തന്നെ പഞ്ചസാര അമിതമായിട്ട് കഴിക്കുമ്പോൾ, പിന്നെ പലപ്പോഴും നമ്മൾ പച്ചക്കറികളൊന്നും കഴിക്കുന്നില്ല, ഈ കൊഴുപ്പ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഷുഗേഴ്സ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ, ജ്യൂസസ് ഒക്കെയാണ് കൂടുതലായിട്ട് കഴിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ശരീരത്തിൽ ട്രൈഗ്ലിസറൈഡ്സ് രൂപപ്പെടാനുള്ള സാധ്യത കൂടുതലാണ്. അതുപോലെ തന്നെ നമ്മൾ ഫ്രൂട്ട്സ് അല്ല കഴിക്കുന്നത്, പകരം എപ്പോഴും ജ്യൂസ് തന്നെയാണ് കഴിക്കുന്നത്. അതിൽ എക്സ്ട്രാ ഷുഗർ ആഡ് ചെയ്തിട്ടാണ് കഴിക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ട്രൈഗ്ലിസറൈഡ്സ് നമ്മുടെ ശരീരത്തിൽ ഫോം ചെയ്യാം. ആവശ്യത്തിന് വ്യായാമം, കായികാധ്വാനം നമ്മുടെ ശരീരത്തിന് ഇല്ല എന്നുണ്ടെങ്കിലും, അതായത് നമ്മൾ ഫുൾ ടൈം ഇരുന്നിട്ടുള്ള ജോലി അല്ലെങ്കിൽ ഇരുന്നിട്ടുള്ള ജീവിതം നയിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് ട്രൈഗ്ലിസറൈഡ്സ് പെട്ടെന്ന് നമ്മുടെ ശരീരത്തിൽ രൂപപ്പെടാനുള്ള ഒരു കാരണമാണ്. മദ്യപാനം, ഒരുപാട് മദ്യപിക്കുന്നവരിൽ ട്രൈഗ്ലിസറൈഡ്സിന്റെ ഫോർമേഷൻ കൂടുതലാണെന്ന് പറയുന്നു. അതുപോലെ തന്നെ നമുക്ക് ഹെറിഡിറ്റി ആയിട്ടുള്ള കാരണങ്ങൾ കൊണ്ടുവരാം. പിന്നെ പലപ്പോഴും നമുക്ക് നമുക്ക് പ്രമേഹം പോലെയുള്ള രോഗങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ, അതുപോലെ തന്നെ യാതൊരു തരത്തിലുള്ള എക്സസൈസുകൾ ഇല്ലെന്നുണ്ടെങ്കിൽ ഇത്തരത്തിൽ ട്രൈഗ്ലിസറൈഡ്സിന്റെ ഫോർമേഷൻ അതിനെ കൂട്ടും. അതുപോലെ തന്നെ നമുക്ക് ബെല്ലി ഫാറ്റ്, നമ്മുടെ വയറിന് ചുറ്റിനും കൊഴുപ്പ് അടിഞ്ഞുകൂടുന്ന ഒരു പ്രവണതയുണ്ട്. പിന്നെ ഹോർമോണൽ ഡിഫക്ട്സ് എന്തെങ്കിലും ഉണ്ട്, തൈറോയ്ഡ് കംപ്ലൈന്റ് ഉണ്ട്, PCOD പോലെയുള്ള രോഗങ്ങളൊക്കെ ഉള്ളവരിൽ ഈ ഒരു ട്രൈഗ്ലിസറൈഡ്സിന്റെ ആ ഒരു ഫോർമേഷൻ വളരെ കൂടുതലായിട്ടാണ് പറയുന്നത്. ട്രൈഗ്ലിസറൈഡ്സ് ഈ ഒരു രീതിയിൽ നമ്മുടെ ശരീരത്തിൽ ആവശ്യത്തിലധികം അടിഞ്ഞുകൂടുന്നത് കൊണ്ട് എന്തെല്ലാം പ്രശ്നങ്ങളാണ് നമുക്ക് ഉണ്ടാകുന്നത്? ഏറ്റവും പ്രധാനമായിട്ട് ഇത് നമ്മുടെ മേജർ ഓർഗൻസിനെ, ഇന്റേണൽ ഓർഗൻസിനെ ബാധിക്കും. പാൻക്രിയാസിനെ ബാധിച്ചിട്ട് പാൻക്രിയാറ്റൈറ്റിസ്, പാൻക്രിയാസിൽ പോയി ട്രൈഗ്ലിസറൈഡ്സ് അടിഞ്ഞുകൂടുന്നത് വഴി പാൻക്രിയാറ്റൈറ്റിസ് എന്ന് പറയുന്ന ഒരു രോഗാവസ്ഥയിലേക്ക് പോകും. പാൻക്രിയാസിന് ഉണ്ടാകുന്ന വീക്കാണിത്. ഇതുവഴി നമുക്ക് കടുത്ത വയറുവേദന, ഛർദി, ക്ഷീണം, പനി, വിശപ്പില്ലായ്മ പോലെയുള്ള ലക്ഷണങ്ങളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. പലപ്പോഴും ട്രൈഗ്ലിസറൈഡ്സ് ശരീരത്തിൽ കൂടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ലിവറിൽ അടിഞ്ഞുകൂടി ഫാറ്റി ലിവർ ഫോം ചെയ്യാം. പിന്നീട് നമ്മളത് കറക്റ്റ് ആയിട്ട് മാനേജ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ പോകെ പലതരത്തിലുള്ള കോംപ്ലിക്കേഷൻസിലേക്ക് പോകാനുള്ള സാധ്യത കൂടുതലാണ്. പലപ്പോഴും ഇത് ബ്ലഡ് വെസലുകളിൽ അടിഞ്ഞുകൂടാനും രക്താതിസമ്മർദ്ദം ഉയരാനും അല്ലെങ്കിൽ BP കൂടാനും
അതുപോലെ തന്നെ ഹൃദയ സംബന്ധമായിട്ടുള്ള ഒരു പരിധി വരെ നമ്മൾ മാനേജ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ പുകയത് ഹൃദയ സംബന്ധമായിട്ടുള്ള രോഗങ്ങളിലേക്ക്, ഹൃദയാഘാതം പോലെയുള്ള പ്രശ്നങ്ങളിലേക്ക് പോകാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. ട്രൈഗ്ലിസറൈഡ്സ് ഒരുപാട് നമ്മുടെ ശരീരത്തിൽ കൂടുതലാണെന്നുണ്ടെങ്കിൽ. അതുകൂടാതെ വയറിന് ചുറ്റിനും കൊഴുപ്പ് അടിഞ്ഞുകൂടുക, പ്രമേഹ രോഗത്തിലേക്ക് പോകാനുള്ള ഒരു സാധ്യത കൂടുതലാണ്. പലപ്പോഴും ട്രൈഗ്ലിസറൈഡ്സ് കൂടുതലുള്ള ആളുകളിൽ ഗ്ലൂക്കോസ് ഇൻടോളറൻസ് വരാനുള്ള ചാൻസും കൂടുതലാണ്. അങ്ങനെയുള്ളവരിൽ പിന്നീട് പുകപ്പാട്, PCOD പോലെ തരത്തിലുള്ള മെറ്റബോളിക് ഡിസോർഡേഴ്സ്, അതുപോലെ തന്നെ പ്രമേഹ രോഗം പോലെയുള്ളവയൊക്കെ വരാനുള്ള സാധ്യത കൂടുതലാണ്. കൊളസ്ട്രോൾ എത്രയും പെട്ടെന്ന് അല്ലെങ്കിൽ ഒരു പ്രീ ഡയബറ്റിക് കണ്ടീഷനിലേക്കൊക്കെ പോകാനായിട്ട് ട്രൈഗ്ലിസറൈഡ്സ് അമിതമായിട്ട് അടിഞ്ഞുകൂടുന്നത് കാരണമാകാറുണ്ട്. ട്രൈഗ്ലിസറൈഡ്സ് നമ്മുടെ ശരീരത്തിൽ അടിഞ്ഞുകൂടുന്നത് നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കുമോ എന്ന് നോക്കാം. തീർച്ചയായിട്ടും നമ്മുടെ ജീവിതശൈലി മാറ്റങ്ങൾ കൊണ്ടും ഭക്ഷണ രീതിയിൽ വരുത്തുന്ന മാറ്റങ്ങൾ കൊണ്ടും ട്രൈഗ്ലിസറൈഡ്സിന്റെ അമിതമായിട്ടുള്ള അടിഞ്ഞുകൂടൽ തടയാനായിട്ട് സാധിക്കും. അപ്പൊ നമ്മൾ ആദ്യമേ പറഞ്ഞു, കാർബോഹൈഡ്രേറ്റ് അടങ്ങിയിട്ടുള്ള ഭക്ഷണം അമിതമായിട്ട് കഴിക്കുന്നത് ട്രൈഗ്ലിസറൈഡ്സ് കൂടാൻ ഒരു കാരണമാകാറുണ്ട് അല്ലേ. അതുകൊണ്ട് തന്നെ നമ്മൾ അത്തരത്തിലുള്ള ഭക്ഷണങ്ങൾ കഴിവതും ലിമിറ്റ് ചെയ്ത് ഉപയോഗിക്കുക. അപ്പം ചോറ്, കപ്പ പോലെയുള്ള ട്രൈഗ്ലിസറൈഡ്സ് കൂടിയ ഭക്ഷണങ്ങളൊക്കെ ജീവിതത്തിൽ ഒരു നേരമാക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അപ്പൊ അതോടൊപ്പം തന്നെ നമ്മൾ ഫൈബർ റിച്ച് ആയിട്ടുള്ള പച്ചക്കറികളും അല്ലെങ്കിൽ സാലഡ്സും ഒക്കെ കൂടുതൽ കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഒരു നേരം മാത്രം ചോറോ അല്ലെങ്കിൽ കാർബോഹൈഡ്രേറ്റ് ഭക്ഷണം കഴിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അതുപോലെ തന്നെ നമ്മൾ ഫിസിക്കൽ ആക്ടിവിറ്റി കൂട്ടുക. ഓടിച്ചാടി കളിക്കുന്നതോ അല്ലെങ്കിൽ എക്സസൈസ് ചെയ്യുന്നതോ ഒക്കെ ഡെയിലി ലൈഫിന്റെ ഒരു ഭാഗമാക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ആർട്ടിഫിഷ്യൽ ഷുഗേഴ്സിന്റെ ഉപയോഗം കുറയ്ക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. കഴിവതും കടയിൽ നിന്നുള്ള ജ്യൂസസ്, സോഫ്റ്റ് ഡ്രിങ്ക്സ് ഒക്കെ ഒഴിവാക്കി പഴങ്ങളൊക്കെ നേരിട്ട് പഴങ്ങളായിട്ട് തന്നെ കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പം പഴങ്ങളെ സംബന്ധിച്ചിടത്തോളം പഴങ്ങളിലെ ഷുഗർ എന്ന് പറയുന്നത് ഫ്രക്ടോസ് ആണ്. പഴങ്ങളായിട്ട് ഇരിക്കുമ്പോൾ അവയിൽ ഈ ഫ്രക്ടോസിനോടൊപ്പം ഫൈബർ കണ്ടന്റ് കൂടി ഉണ്ട്. എന്നാൽ അത് നമ്മൾ ജ്യൂസ് ആക്കി കഴിയുമ്പോൾ ഈ ഒരു ഫൈബർ ഘടന അതിൽ നിന്നും പൂർണ്ണമായിട്ടും ഇല്ലാതെ ആയിക്കോട്ട് ഫ്രക്ടോസ് മാത്രമാകും. അതുകൊണ്ട് തന്നെ അത് നേരിട്ട് നമ്മുടെ രക്തത്തിലേക്ക് ഫ്രക്ടോസിന്റെ അളവ് കൂട്ടാനും അത് പിന്നീട് പെട്ടെന്ന് ട്രൈഗ്ലിസറൈഡ് ആയി മാറാനുള്ള സാധ്യതയാണ് കൂടുതലുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരിക്കലും ഫ്രൂട്ട്സ് ജ്യൂസ് ആയിട്ട് കഴിക്കുന്നത് ഒഴിവാക്കി പകരം നേരിട്ട് ഫ്രൂട്ട്സ് ആയിട്ട് തന്നെ കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമ്മൾ കാപ്പിയിലും ചായയിലും ഒക്കെ മധുരം ഉപയോഗിക്കുന്നതിന്റെ അളവ് കുറയ്ക്കുക. ഒരു ദിവസം ടോട്ടലായിട്ട് ഒരു ചെറിയ സ്പൂൺ, ഒരു 5 മില്ലിഗ്രാമിലും താഴെ ഷുഗർ ഒരു യൂസ് വരുന്ന രീതിയിലേക്ക് നമ്മുടെ ഷുഗർ കൺസംഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. പിന്നെ എക്സസൈസ്, മെഡിറ്റേഷൻ പോലെയുള്ളവ നമ്മുടെ ഡെയിലി ലൈഫിന്റെ ഭാഗമാക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. പലപ്പോഴും നമുക്ക് ഇത്തരത്തിൽ ഒരു പ്രീ ഡയബറ്റിക് കണ്ടീഷൻ ഉണ്ട്, അല്ലെങ്കിൽ നമ്മൾ ഹെറിഡിറ്റിയിൽ നമുക്കൊരു കൊളസ്ട്രോളിന്റെയോ അല്ലെങ്കിൽ ഒരു ഡയബറ്റീസിന്റെ ഒക്കെ ഹിസ്റ്ററി ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഇടയ്ക്ക് നമ്മുടെ ലിപ്പിഡ് പ്രൊഫൈൽ ചെക്ക് ചെയ്യുന്നത് വളരെ നല്ല കാര്യമാണ്. നമുക്ക് എന്തെങ്കിലും ലക്ഷണങ്ങൾ, അതായത് അമിതമായിട്ടുള്ള വയറുവേദന, വിശപ്പില്ലായ്മ, ക്ഷീണം പോലെയുള്ള ലക്ഷണങ്ങൾ കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഡോക്ടറിനെ കാണുക. അതോടൊപ്പം മദ്യപാനം പൂർണ്ണമായിട്ടും അല്ലെങ്കിൽ കഴിയുന്നതും രീതിയിൽ കുറയ്ക്കാൻ വേണ്ടിയിട്ട്, ലിമിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും ഒക്കെ ശ്രദ്ധിക്കുക. ഇങ്ങനെയൊക്കെ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് ട്രൈഗ്ലിസറൈഡ്സ് നമ്മുടെ ശരീരത്തിൽ അല്ലെങ്കിൽ നമ്മുടെ രക്തത്തിൽ നോർമലൈസ് ചെയ്ത് നിർത്താനായിട്ട് സഹായിക്കുന്നതാണ്.